നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത എന്ന് തന്നെ വേണം നമുക്കിതിനെ പറയാം. ഷിംനയിൽ ഒരു പേരയ്ക്ക പറിച്ചെടുത്തതിനെ പെൺകുട്ടിയെ കെട്ടിയിട്ട് തല്ലുന്നത് മുൻ സൈനികനാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിന് കാവൽ നിന്നിട്ടുള്ള സൈനികനാണ് ഇത്തരത്തിലൊരു പിഞ്ചു കുഞ്ഞിനോട് ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ഉന ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ മകളാണ് ഈ ഒരു ക്രൂരതയ്ക്കിരയായത്. സൈനികന്റെ വീടിന് പുറത്തായി നിന്ന മരത്തിൽ നിന്ന് പേരയ്ക്ക പറിച്ചതിനായിരുന്നു കുട്ടിയെ മർദ്ദിച്ചത്. മർച്ചന്റ് നേവിയിലെ ഉദ്യോഗസ്ഥനായ പ്രദേശവാസി രോഹിത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. എന്നാൽ സൈനികനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല. പേരയ്ക്ക പറിക്കുന്നത് കണ്ട മുൻ സൈനികൻ കുട്ടിയെ വീടിനടുത്തേക്ക് കൊണ്ടുപോവുകയും സ്റ്റെയർ കേസിൽ കൈകൾ ചങ്ങൽ ഉപയോഗിച്ച് കെട്ടിയിടുകയുമായിരുന്നു. രോഹിത്തിനോട് രക്ഷപ്പെടാൻ കുട്ടി കരഞ്ഞപേക്ഷിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇതിനിടെ കുട്ടി പേരയ്ക്ക മോഷ്ടിച്ചതുകൊണ്ടാണ് കെട്ടിയിട്ടതെന്ന് മുൻ സൈനികൻ ന്യായീകരിക്കുകയും ചെയ്യുന്നു. രോഹിത് സൈനികനെ വിമർശിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തുടർന്ന് രോഹിത് ചൈൽഡ് ഹെൽപ്പ് ലൈനിലെയും പോലീസിനെയും വിവരമറിയിച്ചു. മുൻ സൈനികൻ കുറ്റം സമ്മതിച്ചതായും കുട്ടിയുടെ മാതാപിതാക്കളോട് മാപ്പ് പറഞ്ഞതായും രോഹിത് പിന്നീട് വെളിപ്പെടുത്തി. സ്ഥലത്തെത്തിയ പോലീസ് സൈനികനെ ചോദ്യം ചെയ്യുകയും കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം തന്നെ കുട്ടിയെ ഇത്രയും നേരം അവിടെ കെട്ടിയിട്ടതിനാൽ തന്നെ കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. സൈനികനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു വീഡിയോയിൽ ഒരു തരത്തിലൊരു ദയമില്ലാതാണ് ആ കുട്ടിയോട് പെരുമാറിയിരിക്കുന്നത്. കാരണം ആ കുട്ടി ആ കൈ അവിടെ കെട്ടിയിട്ട് നിൽക്കുമ്പോഴും നിർത്താതെ കരയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് തവണ കരഞ്ഞപേക്ഷിച്ചിട്ടും ഈ വിമുക്ത ഭടൻ അത് കേട്ടില്ല, കുട്ടിയെ വെറുതെ വിട്ടില്ല. തുടർന്ന് കൃത്യമായിട്ട് ആ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ള മറ്റൊരു നേവി ഉദ്യോഗസ്ഥൻ ചൈൽഡ് ലൈനിൽ വളരെ വേഗത്തിൽ പോലീസിൽ വിവരം അറിയിച്ചതുകൊണ്ടാണ് ആ കുട്ടിയെ അവർ വേഗമെത്തി കെട്ടഴിച്ചു വിടുന്നത്. ഇല്ലെങ്കിൽ ആ കുട്ടി എത്രത്തോളം നേരം, ഇതാരും കണ്ടില്ലെങ്കിൽ ആ കുഞ്ഞ് എത്രത്തോളം നേരം അവിടെ നിന്ന് കരയും എന്നുള്ളതും കൂടി ഒരു ചോദ്യമാണ്. ക്ഷമാപണം നടത്തിയെന്ന് പറയുന്നു, നല്ല കാര്യം. പക്ഷെ ഒരിക്കലും ആ കുട്ടി അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരാളോടും ഇത്തരത്തിൽ ചെയ്യാൻ, പ്രത്യേകിച്ച് ഒരു വിമുക്ത ഭടൻ, ആരും ചെയ്യരുത്, പക്ഷേ ഒരു വിമുക്ത ഭടന്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള നടപടിയെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. വിമുക്ത പഠനമാണെങ്കിലും അല്ലെങ്കിലും കൃത്യമായിട്ട് ഇതൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ശിക്ഷാ നടപടികളിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യണം. കാരണം ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ള ആ ട്രോമ എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ്. ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ അനുഭവിച്ചിട്ടുള്ള വേദന എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ്. ഏതായാലും കേസിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം.